നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ. ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് 9-ാം തീയതി കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ഒരു മീറ്റിംഗ് ചേർന്നിരുന്നു. അന്നൊരു അന്തിമ തീരുമാനമുണ്ടായില്ല. ഇന്ന് വീണ്ടും എല്ലാവരും ചേർന്ന്, എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, മോട്ടോർ തൊഴിലാളി സംഘടനയുടെ നേതാക്കൾ എല്ലാവരും ചേർന്ന് ഇന്ന് വീണ്ടും യോഗം ചേർന്നു. ഇന്ന് കുറേയധികം നിർദ്ദേശങ്ങൾ, അന്ന് തീരുമാനമെടുത്ത കുറേ കാര്യങ്ങൾ ഇന്ന് വീണ്ടും അവതരിപ്പിച്ച് വിശദമായ ചർച്ച ഇന്ന് നടത്തുകയുണ്ടായി. പോലീസ് SHO ഉണ്ടായിരുന്നു, RTO ഓഫീസിൽ നിന്നും പ്രതിനിധി ഉണ്ടായിരുന്നു, KSRTCയുടെ പ്രതിനിധി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നല്ല വിശദമായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ ഇന്ന് നമുക്ക് തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ നമ്മുടെ കഞ്ചൂർക്കോണം റോഡ് ആദ്യത്തെ 50 മീറ്റർ നോ പാർക്കിംഗ് ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിന്മയ സ്കൂളിൻ്റെ വാഹനങ്ങൾ നമ്മുടെ കാട്ടാക്കട ടൗണിലൂടെ പോകുന്നതല്ലാത്ത വാഹനങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്ക് തിരിച്ചുവിടാൻ സ്കൂളിന് കത്ത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടൗണിലേക്ക് കടന്നു വരാത്ത വാഹനങ്ങൾ ബൈ റോഡിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സൈൻ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് തീരുമാനമെടുത്തു. പിന്നെ അനധികൃതമായി നമ്മുടെ തിരുവനന്തപുരം നെയ്യാറ്റിൻകര റോഡിൽ നിന്നും കാട്ടാക്കട ട്രഷറി വരെയും ക്രിസ്ത്യൻ കോളേജ് വരെയുമുള്ള സ്ഥലങ്ങളിലുള്ള അനധികൃതമായിട്ടുള്ള 2 വീലർ പാർക്കിംഗ് പൂർണ്ണമായും അത് പിഴയൊടുക്കാൻ പോലീസിനോട് നിർദ്ദേശം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം വളരെ നേരത്തെ കട തുറക്കുന്നതിന് മുമ്പും അതിനുശേഷവും ഒരുപാട് വാഹനങ്ങൾ വളരെ നേരം പാർക്ക് ചെയ്യുന്നൊരു പ്രവണത കാണുന്നുണ്ട്. അത് വ്യാപാര സുഹൃത്തുക്കൾ തന്നെ അതിനൊരു തീരുമാനം അവർ എടുത്തു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വാഹനങ്ങളെ അവർ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലോ അറിയിക്കുന്നതിനുള്ള ഒരു ക്രമീകരണം നടത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അനൗൺസ്മെൻറ്റ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ 2 വീലറുകൾക്ക് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നെയ്യാറ്റിൻകര റോഡിലെ ദേവി ഓഡിറ്റോറിയത്തിന് സമീപം സ്ഥലം തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യൂണിയൻ മോട്ടോർ തൊഴിലാളി സംഘടനയുടെ എല്ലാ നേതാക്കളും ഇന്ന് എത്തിയിരുന്നില്ല. ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഗുഡ്സ് ഓട്ടോകൾ BSNL റോഡിലേക്ക് മാറ്റിയിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് അവരുമായി ഇനി വരാത്തത് കൊണ്ട് അവരുമായിട്ട് ഒരിക്കൽ കൂടെ സംസാരിച്ചതിന് ശേഷം ഗുഡ്സ് ഓട്ടോ BSNL റോഡിലേക്ക് മാറ്റാനും ഇന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. പാസഞ്ചർ കാറുകളെ ക്രിസ്ത്യൻ കോളേജിൻ്റെ മുൻപിലുള്ള ആ സ്ഥലത്തേക്ക് മാറ്റുവാനും ഒരു ധാരണയായിട്ടുണ്ട്. അതും യൂണിയൻ പ്രതിനിധികളുമായി സംസാരിച്ചിട്ട് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തും. നമസ്കാരം. എന്തായാലും 2 ദിവസമായി കൂടിയ നമ്മുടെ ആലോചനാ യോഗത്തിൽ കുറേയധികം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് പ്രസിഡന്റ് പറയുകയുണ്ടായി. വളരെ കർശനമായിട്ട് തന്നെ നമ്മൾ ഈ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാനുള്ള തീരുമാനങ്ങളാണ് വന്നിട്ടുള്ളത്. എല്ലാവരുടെ സഹകരണം വ്യാപാരി വ്യവസായികളുടെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും KSRTCയുടെ ഭാഗത്തു നിന്നും എല്ലാം വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളെ എല്ലാ കക്ഷി രാഷ്ട്രീയ നേതാക്കളിൽ നിന്നൊക്കെ നമുക്ക് നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഈ ഗതാഗത കുരുക്ക് എന്തായാലും നമുക്ക് ജനങ്ങൾക്ക് സുഗമമായി പോകാൻ വേണ്ടിയുള്ള ഒരു യാത്രാ സൗകര്യം നമുക്ക് കാട്ടാക്കട എന്തായാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ തുടക്കം പഞ്ചായത്തിൻ്റെ ഭരണസമിതി നേതൃത്വം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ BSNL റോഡ് ക്ലീൻ ആക്കിയത് മുതൽ മീൻ കച്ചവടം വരെ നമ്മൾ KSRTCയുടെ അവിടെ നിന്ന് മാറ്റി കഴിഞ്ഞു. ഇനി ഈ അനധികൃത പാർക്കിംഗ് അതും കൂടെ നമ്മൾ മാറ്റിയിട്ട് ഈ വാഹനങ്ങൾ കുറച്ചുകൂടെ തിരിച്ചു വിടുന്ന ജംഗ്ഷനിൽ കയറാതെ മാറ്റിവിടത്തക്ക സംവിധാനങ്ങളും കൂടെയൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരുടെയും സഹകരണം നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടി വ്യാപാരികളുടെയും മറ്റെല്ലാവരുടെയും സഹായം നമുക്ക് ഉണ്ടാവണം. ഏറ്റവും പ്രധാനം പറയേണ്ടത് ജനങ്ങളുടെയാണ്. നമ്മുടെ ഈ വാഹനങ്ങൾ കൊണ്ടുവച്ചിട്ട് ദൂരെ യാത്ര ചെയ്യുമ്പോൾ അത് ഒതുക്കി, അതായത് പറയുന്ന ഭാഗത്തേക്ക് പാർക്ക് ചെയ്തിട്ട് നിങ്ങൾ പോകണം എന്ന് ആ രീതിയിൽ സഹകരിച്ചാലേ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് കാട്ടാക്കട വളരെ ഗതാഗത കുരുക്കിലേക്ക് പോകും. പഞ്ചായത്ത് നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ പാർക്ക് ചെയ്യുക. അപ്പോൾ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കണം. ഇതാണ് പറയാനുള്ളത്.